Hello all, welcome to CAD Mastery 2025 conducted by Civil Skills Academy. ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്നുള്ളതാണ് ഡെമോ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. ബേസിക്കലി ഇതൊരു 1 month പ്രോഗ്രാമാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രോയിങ്സുകൾ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ എൻറോൾ ചെയ്യുന്നതിലൂടെ ഓൺഗോയിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, സ്ട്രക്ചറൽ ഡ്രോയിങ്സ്, പെർമിറ്റ് ഡ്രോയിങ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് റെസിഡൻഷ്യൽ പ്രൊജക്ട്സ്, കേസ് മാറ്റ് ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള ഡ്രോയിങ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് ക്ലാസ് ആണോ, വിത്ത് ഡൗട്ട് സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് നമ്മുടെ കോഴ്സുമായിട്ട് വന്നു കഴിഞ്ഞാലും അത് പരിഹരിച്ച് തരാൻ നിങ്ങൾക്കുള്ളൊരു മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള അസൈൻമെൻറ്റുകളും ടാസ്കുകളും തരികയും അത് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുകയും അത് ഞങ്ങളുടെ ടീം വാല്യുവേറ്റ് ചെയ്തിട്ട് എന്തിലാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കറക്റ്റ് ചെയ്ത് തരുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആസ് ഓഫ് നോ നമ്മൾ 2000-ലധികം സ്റ്റുഡൻസിനെ സെയിം കോഴ്സിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ സോഫ്റ്റ്വെയർസ് ഒന്ന് പരിചയപ്പെടാം. CAD ഡ്രാഫ്റ്റിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് ടൂളായിട്ടുള്ള AutoCAD ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AutoCADനെ സംബന്ധിച്ചിടത്തോളം 2024 വേർഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിൽ ഏത് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്താലും നമുക്കത് ഉപയോഗിച്ച് ക്ലാസ്സുകൾ പഠിക്കാൻ സാധിക്കും. ബേസിക്കലി ഇതാണ് AutoCAD സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇതേപോലെ ഒരു റിബൺ പാനൽ കാണാം. ഇതിനകത്താണ് നമുക്ക് വരയ്ക്കാനുള്ള ടൂളുകളൊക്കെ വരുന്നത്. ബേസിക്കലി ഏത് തരത്തിലുള്ള ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണെങ്കിലും നമുക്ക് ഈ ലൈൻ, പോളിലൈൻ, സർക്കിൾ, ആർക്ക്, റെക്റ്റാങ്കിൾ തുടങ്ങിയിട്ടുള്ള ടൂളുകൾ ആവശ്യമുണ്ട്. അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ്, റൊട്ടേറ്റ്, കോപ്പി, മിറർ, സ്ട്രെച്ച്, സ്കെയിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതിനകത്തേക്ക് അനോട്ടേഷൻസ് ഓപ്ഷൻസ് ആയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കുക, ഡയമെൻഷൻസ് കൊടുക്കുക, മൾട്ടി ലീഡേഴ്സ് കൊടുക്കുക, ടേബിൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ ലെയർ ഓപ്ഷൻസ് വരിക. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അതിനോടൊപ്പം ബ്ലോക്കിൻ്റെ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു പോകുന്നു, ലെയർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു പോകുന്നു. അങ്ങനെ മുഴുവൻ റിബൺ ടൂളുകളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു പോകുന്നുണ്ട്. AutoCADൻ്റെ ടൂളുകളേക്കാൾ ഉപരി നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് കംപ്ലീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്ന് പറയുന്ന സമയത്ത് ഇൻക്ലൂഡിങ് ഫ്ലോർ പ്ലാൻ ആൻഡ് ഫേർണിച്ചർ പ്ലാൻ. ഫേർണിച്ചർ പ്ലാനിൽ ഓരോ ഫേർണിച്ചറിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അത് അടയാളപ്പെടുത്താനൊക്കെ നിങ്ങൾ പഠിക്കും. എലിവേഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും കൃത്യമായിട്ടുള്ള ലെവലുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കും. സെറ്റ് ഔട്ട് പ്ലാൻ, കുറ്റിയടിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാൻ എങ്ങനെയാണെന്ന് പഠിക്കും. അതേപോലെ ജോയിനറി ഡീറ്റെയിൽസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള വിൻഡോ ഫ്രെയിംസും ഡോർ ഫ്രെയിംസും ഒക്കെ ഏത് സൈസ് ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളത് ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. കമ്മിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സിൻ്റെ ബേസിക്സ് മുതൽ ആ ഒരു വീടിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് എങ്ങനെ വരയ്ക്കുന്നു എന്ന് വരെയാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു വീടാണെങ്കിൽ ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൂട്ടിംഗ് ഡ്രോയിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഫൂട്ടിംഗ് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, എത്ര സ്പാന് വരുമ്പോഴാണ് നമ്മൾ കോളം പ്ലേസ് ചെയ്യേണ്ടത്, കോളം ലേഔട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ തമ്പ് റൂൾസ് എന്താണ്, അതേപോലെ നമ്മുടെ പ്ലിന്ത് ബീം ലേഔട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്, പ്ലിന്ത് ബീമിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് പോകുന്നതാണ്. ഒരു വീടിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് വരയ്ക്കാനുള്ള ഒരു അസൈൻമെൻറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുകയും ആ കുട്ടിക്ക് അത് ചെയ്ത് ക്ലിയർ ആക്കിയെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മളുടെ ആ ഒരു സപ്പോർട്ട് സ്റ്റുഡൻറ്റിന് നൽകുകയും ചെയ്യും. ആൻഡ് തേർഡ് മൊഡ്യൂൾ നമ്മൾ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലേക്കാണ്. ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. മിക്കവാറും സിവിൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഇലക്ട്രിക്കൽ ഫിക്സ്ചേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്ത് നൽകേണ്ട ലൈറ്റിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള ബേസിക് ഇൻഫോർമേഷനോ ലഭിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ബേസ് തൊട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഓരോ ഫിക്സ്ചേഴ്സും എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിലേക്കുള്ള കണക്ഷൻസ് നമ്മൾ നൽകുന്നത്, ഔട്ട്സൈഡിൽ നൽകുന്ന വാട്ടർ പമ്പ്, പ്രഷർ ബൂസ്റ്റർ, സെക്യൂരിറ്റി ക്യാമറാസ്, എർത്ത്, ഇതിലേക്കൊക്കെയുള്ള കണക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു
ഒരു ഡ്രോയിങ്ങിൽ പഠിച്ചു പോകുന്നു. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ടൂളാണ്. അതേപോലെ തന്നെ വേറൊരു ഫയലിൽ നിങ്ങളെ കൊണ്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യിപ്പിച്ചിട്ട് അത് നമ്മളൊരു അസൈൻമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും അത് വാലുവേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾക്കത് വരയ്ക്കാൻ പഠിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് ആണ് പഠിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലർ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ ബിൽഡിംഗ് പ്ലാന്, അതിൻ്റെ സൈറ്റ് പ്ലാന്, ഈ കാണുന്നതൊക്കെ ആ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സൈറ്റ് പ്ലാനാണ്. സർവീസ് പ്ലാന്, പാർക്കിംഗ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് പാർക്കിങ്ങിൻ്റെ കാൽക്കുലേഷൻസ്, അതേപോലെ സാനിറ്ററി റിക്വയർമെൻറ്റ്, വിച്ച് മീൻസ് നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിലേക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിൽ നമുക്ക് ആവശ്യമായിട്ട് നൽകേണ്ടതുണ്ട്. WC വാഷ് ഡൗൺ ക്ലോസറ്റുകൾ നൽകണം, അതേപോലെ വാഷ് ബേസിനുകൾ നൽകണം, യൂറിനൽസ് നൽകണം. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പാർക്കിംഗ് സ്പേസ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ നിങ്ങൾ 4, 3, 2, 1, 5, 6, 7, 8 എന്നൊക്കെ കാണിക്കുന്നൊക്കെ പാർക്കിംഗ് സ്പേസ് ആണ്. ഇതൊക്കെ നമ്മൾ ഏത് ബേസിസിലാണ് അടയാളപ്പെടുത്തുന്നത്? 2 വീലർ പാർക്കിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 9 2 വീലർ പാർക്കിങ്സ് കൊടുത്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതെല്ലാം നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ K-സ്മാർട്ട് ഡ്രോയിങ്, ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന K-സ്മാർട്ട് ഡ്രോയിങ്ങിൻ്റെ ട്രെയിനിങ്ങും ഈ ഒരു ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഫീസ്, കോഴ്സിൻ്റെ ഫീസും കോഴ്സിൽ നമ്മൾ നൽകുന്ന ട്രെയിനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വർത്ത് ആയിട്ടുള്ളൊരു കോഴ്സായിട്ടാണ് ഞാനിതിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു കോഴ്സ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തിരിച്ച് നമ്മൾ കോഴ്സിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കോഴ്സ് ആക്ച്വലി ലൈഫ് ടൈം ആക്സസ് ആണ്. നിങ്ങൾ 1 ടൈം കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 5 ഇയേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തൊരു നെക്സ്റ്റ് ഒരു 5 ഇയർ ടൈമിലേക്ക് ഒരു 10% കോഴ്സ് ഫീ അടച്ചുകൊണ്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പം നെക്സ്റ്റ് ബാച്ച് നെക്സ്റ്റ് മന്ത്, ഓരോ മന്തും തുടക്കത്തിലായിരിക്കും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ആവുക. ബാച്ച് വൈസ് ആണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബാച്ച് വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. AnyDesk സപ്പോർട്ട്, അതേപോലെ വാട്സപ്പ് സപ്പോർട്ട്. AnyDesk സപ്പോർട്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡ്രോയിങ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അടുത്തിരിക്കുന്നത് പോലെ തന്നെ ചെയ്ത് ശരിയാക്കി തരാൻ നമുക്ക് സാധിക്കും. വാട്സപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾ വാട്സപ്പിലൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യവും നമുക്കുണ്ടാവും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിൽ കാണാം.